ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ടൈപ്പിലുള്ള ലഞ്ച് റെസിപ്പീസുമായിട്ടാണ്. ലഞ്ച് ബോക്സിലേക്കുള്ള റൈസ് റെസിപ്പീസ്, ഒന്ന് വെജും ഒന്ന് നോൺ വെജുമാണ്. നോൺ വെജ് എന്ന് പറയുന്നത് ഫിഷ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്, വളരെ സിമ്പിളുമാണ്. ഇപ്പോൾ ഞാൻ വെജ് റൈസാണ് കാണിക്കാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പൊട്ടാറ്റോ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത്രയും തന്നെ അളവിൽ കോളിഫ്ലവർ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ടെക്സ്ചറിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിൽ എടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നൈസായിട്ട് കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും ഇത് ഈ ഒരു കളർ വരുമ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാകും. 3 മിനിറ്റൊക്കെ തന്നെ ധാരാളമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഫോർക്കോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഉടഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് ഫോർക്ക് കയറുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്കോ എന്തെങ്കിലേക്കും ഒന്നിത് മാറ്റണം. ഇതിൽ നിന്ന് എന്ന് വെച്ചാൽ നമുക്കിനി അടുത്ത പ്രിപ്പറേഷൻ ഈ ഓയിലും ഈ പാനിലും തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം, അതായത് ഒരു 1/4 കപ്പ് അളവിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രഷായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തക്കാളി കൊത്തി അരിഞ്ഞത് ചേർത്തിടാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ചിക്കൻ പൗഡർ ഉണ്ടല്ലോ, ചിക്കൻ മസാല പൗഡർ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതൊന്ന് വഴറ്റി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. രാവിലെ സമയത്ത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാനും ഓഫീസിലേക്കൊക്കെ പാക്ക് ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കോളിഫ്ലവറും ഉണ്ടല്ലോ, വറുത്തല്ല വേവിച്ച് വെച്ചത്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം മല്ലിയില മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഈ റൈസിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചേർക്കണം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഒന്ന് തൂവി കൊടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതും അതിനപ്പുറം ടേസ്റ്റാണ്, പിന്നെ നല്ല സ്മെല്ലും. ഞാനിപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കിയിട്ട് ഇതുപോലൊരു റേത്ത, ഇതിപ്പം തൈരും അതിൻ്റെ കൂടെ കുക്കമ്പറും ഒരല്പം തക്കാളിയും കൂടി ചേർത്തിട്ടുള്ള ഇതിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിലാണ് അങ്ങനെ കോമ്പിനേഷനായിട്ട് ഇത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജ് റൈസ് റെഡിയായി. എത്ര പെട്ടെന്നാണ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് കാണുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ടേസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പിയിലേക്ക് പോവാം, അതായത് ഫിഷ് ഫ്രൈ റൈസാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഫിഷ് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മാരിനേഷനിൽ ചെയ്തിട്ടുള്ളത് ചുവന്ന മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഒരല്പം റൈസ് പൗഡറും കൂടി ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. നന്നായിട്ട് കുറച്ചധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ ഫിഷൊക്കെ എത്ര പെട്ടെന്നാകുന്നതെന്ന്. അതപ്പോൾ ചെറിയൊരു കഷ്ണങ്ങളും കൂടി ആകുമ്പോൾ പെട്ടെന്നായി കിട്ടും. എന്നിട്ട് ഇതുപോലെ തന്നെ കോരി മാറ്റി വയ്ക്കുക കേട്ടോ. കാര്യം നമുക്ക് ഈ ഓയിലാണ് ഇനി അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത്. ഇതേ പാനിൽ തന്നെ ഈ ഓയിൽ തന്നെ. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഗാർലിക്ക് ചെറുതായിട്ട് മുറിച്ചത്, വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിം വയ്ക്കണം. അപ്പോൾ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവാള കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ഭാഗം, ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഫ്ലേവറും ആ ഒരു പുളിരസവും ഈ ഒരു റൈസിലേക്ക് വേണ്ടിയിട്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ എരിവ് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇട്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ചോറ് ചേർക്കുന്നത് ബോയിൽഡ് റൈസാണ് കേട്ടോ, വെന്തിട്ടുള്ള ബോയിൽഡ് റൈസാണ്. അപ്പോൾ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ലോയിൽ വയ്ക്കുക.
എക്സസ് ആയിട്ടുള്ള വല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ ചോറിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രേവിയിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടും കുറച്ച് കറിവേപ്പിലയും നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, ഒട്ടും മുള്ളില്ലാത്ത നല്ല ഫ്ലഷുള്ള മീറ്റുള്ള ഫിഷായിരിക്കണം കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് ഞാനിത് സെർവ് ചെയ്യുകയാണ്. ഇതാട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളറ്. കിച്ചണിൽ അത്ര ലൈറ്റിംഗ് ഇല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ വേറെ കളർ. ഇതാണ് ഇതിൻ്റെ ശരിയായ കളർ. ഇതാണ് നമ്മളൊരു സാലഡ് പോലെ ഒരു സ്ലൈസ് ടൊമാറ്റോയും ഒണിയനൊക്കെ വെക്കാൻ ഒരു ഭംഗിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും എടുക്കാൻ പോവില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് മുഴുവനെ കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു. ഈ സൈഡൊന്നും ഇതിന് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല ടേസ്റ്റുള്ളൊരു റൈസാട്ടോ, പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ ഈ 2 റൈസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയിപ്പം ഞാൻ ഒരുപാട് റെസിപ്പീസ് ഇതുപോലുള്ളത് ഇടുന്നുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും പിന്നെ ഇതുപോലുള്ള റൈസിൻ്റെ റെസിപ്പീസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.